ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈറ്റ് ജോൺ. രാവിലെ എഴുന്നേറ്റു, 4 മണിക്ക് എഴുന്നേറ്റു. ഫോൺ നോക്കിയപ്പോൾ നമ്മളെ കോച്ചിന്റെ മെസ്സേജ്, ഇന്ന് ക്ലാസ് ഇല്ല കാരണം നല്ല മഴയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോച്ചിന്റെ ഒരു മെസ്സേജ് വന്നു. അതുകൊണ്ട് ഇന്ന് ക്ലാസ് ഉണ്ടായില്ല. അതുകൊണ്ട് വീണ്ടും കിടന്നുറങ്ങി. നല്ല മഴയാണ്, നിങ്ങൾക്ക് കാണുന്നില്ല, ഹെവി മഴയാണ്. അമ്മയോടെ വെക്കുന്നുണ്ട്. ഹലോ. അപ്പോൾ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. 6:07 സമയം. 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ജോലി സ്ഥലത്തേക്ക്. ഇന്ന് എൻ്റെ കൂടെ പ്രസാദിനില്ല, പുള്ളി വേറെ ട്രിപ്പ് പോയിട്ട് അങ്ങോട്ട് ഡയറക്റ്റ് എത്തുകയാണ് ചെയ്യുക. സാധാരണ നമ്മൾ ഒരുമിച്ചാണ് പോവാറ്. നല്ല ലൈറ്റ് ഇല്ലേ, എക്സ്ട്രാ ലൈറ്റ് വാങ്ങിയതാണ് ഗോപ്രോ വെക്കാൻ. പക്ഷെ അത് മീഡിയ മോഡിന്റെ ലൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ കൈ പിടിച്ചുകൊണ്ട് വ്ലോഗ് ചെയ്യുന്നു. യൂഷ്വലി ഞാൻ 7 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. സാധാരണ അവിടെ 8 മണിക്ക് എത്തിയാൽ മതി എന്നാണ് ആദ്യമൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ബോക്സിംഗ് ക്ലാസ് തുടങ്ങിയത് കേട്ടോ. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് 1 മണിക്കൂറും കൂടി നേരത്തെ വരണം ജോലിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ ബോക്സിംഗ് ക്ലാസ് 3:30 ആ ടൈമിൽ എണീക്കണം. 3:30 3:45 ആകുമ്പോൾ എഴുന്നേറ്റ് 4:30 ആകുമ്പോൾ അവിടെ എത്തി 5:05 വരെ ചെയ്ത് 6 മണിക്ക് തിരിച്ച് വീട്ടിലെത്തി ജോലിക്ക് കയറണം. എന്നാലേ 7 മണിക്ക് അവിടെ ജോലിക്ക് എത്തും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചും കൂടി ടൈറ്റ് ആയത് ഷെഡ്യൂൾ. നമ്മളെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഒരാഴ്ച ഞാൻ വണ്ടി എടുക്കും, പിറ്റത്തെ ആഴ്ച പ്രസാദം വണ്ടി എടുക്കും, ഞാൻ കൂടെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ രാവിലെ പോകുമ്പോൾ MGൻ്റെ ഒക്കെ സാധനമില്ലേ, ഭക്തികാരം, അങ്ങനെയൊക്കെ വെച്ചിട്ട് അടിച്ചു പൊളിച്ചൊക്കെ പോകും. പിന്നെ ജോലി സമയം എന്ന് വെച്ചാൽ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 6 മണി തൊട്ട് 5:05 വരെയാണ് ജോലി ടൈം കേട്ടോ. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ ഏകദേശം 5:30 6 മണി ടൈം ആവും വീട്ടിലെത്താൻ. എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായി ഫുഡൊക്കെ കഴിച്ച് ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്തു പോകും. ഇല്ലെങ്കിൽ നേരത്തെ കിടന്നുറങ്ങും, കാരണം രാവിലെ എഴുന്നേക്കുന്നല്ലേ. അപ്പോൾ അങ്ങനത്തെയാണ് എൻ്റെ ഒരു ഷെഡ്യൂൾ. ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾ എൻ്റെ ഇത് കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കുറേ ആൾക്കാർ പറയും, അയ്യോ എനിക്ക് സമയമില്ല, അത് ചെയ്യാൻ സമയം കിട്ടുന്നില്ല പറയും. ഇത് കണ്ടോ, എല്ലാവരും സ്കെഡ്യൂൾ നിങ്ങൾ കണ്ടോ, എല്ലാ കാര്യങ്ങളും എങ്ങനെ മാനേജ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ. എന്നിട്ട് അത് പഠിക്കണം കേട്ടോ, വെറുതെ കണ്ടാൽ പോരാ. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ എൻ്റെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കും. അതുപോലെ വേറൊരു അനൗൺസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഉടൻ തന്നെ ലിനൻ പാൻറ്റുകൾ വരുന്നുണ്ട്. ലിനൻ കുറച്ച് എന്താ പറയുക, ലൂസ് ഫിറ്റ് സാധനം ലിനൻ്റെ ഇത് വരുന്നുണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ. അതുപോലെ തന്നെ പോളോ ഷർട്ടുകൾ വരുന്നുണ്ട്. പിന്നെ ഈ വരവരില്ല സ്ട്രൈപ്പ് ഷർട്ടുകളില്ല, ഓൾഡ് മണീൻ്റെ പക്ക സാധനം, ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് വരയൊക്കെ വരുന്നത്, അങ്ങനത്തെ മോഡൽ വരുന്നുണ്ട്. പൊളിക്കും നമ്മൾ കേട്ടോ. ആ ഒരു പിന്നാമ്പുറത്തെ കുറേ പണിയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. നമ്മളെ ബേസൊക്കെ സെറ്റായി, ഇനി കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ ആഡ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയിലാണ് ഇപ്പോൾ നമ്മളെ ബ്രാൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജോലിയുടെ ഇടയ്ക്ക് അതും നോക്കും. ജോലി സമയത്ത് ബ്രേക്ക് ഒക്കെ കിട്ടുമ്പോൾ അതിൻ്റെ പരിപാടികൾ നോക്കും. ഇതന്നെ കോൺസ്റ്റന്റ് പണിയാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയാണ് നമ്മൾ. ഗ്രൈൻഡ് മോഡ്. 7:10 ജോലി സ്ഥലത്തെത്തി. ജോലി സ്ഥലം ഇത് പാർക്കിംഗ് ലോട്ടാട്ടോ, ഇങ്ങനെ പാർക്കിംഗ് ലോട്ട്. അത് നമ്മുടെ മാനേജറിന്റെ വണ്ടിയാണത്, ആ ബ്ലാക്ക്. റിസോർട്ട് എത്തിയില്ല, ഇപ്പൊ എത്തും. അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പനീന്റെ കോൺഫിഡൻഷ്യൽ സാധനങ്ങളല്ലേ, വർക്കും കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. പക്ഷെ ബാക്കിയിൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കാം, എനിക്ക് അറിയില്ല, നോക്കാം. മാനേജർ ഉണ്ടാവും കൂടെ, പിന്നെ അവിടുത്തെ മാനേജർ ഉണ്ടാവും കൂടെ. പക്ഷെ ഞാൻ ശ്രമിക്കും, അതാണ്. റിസോർട്ട് വരുന്നത് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് എന്താ പ്ലാൻ നോക്കാം. മാനേജർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, ഒരു മിനിറ്റ് ഞാൻ പോയി നോക്കട്ടെ. ഗുഡ് മോർണിംഗ്. ഞാൻ 3:30 എണീച്ചത്, ബോക്സിംഗ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഇന്ന് ക്യാൻസലായി. ഇപ്പം സമയം 9:30. എനിക്ക് പല്ല് വെക്കണം, കുളിക്കണം, ഫുഡ് കഴിക്കണം, എന്നിട്ട് ഓരോരോ പരിപാടികൾ ചെയ്യാം. ദോശയും മുട്ടക്കറി കഴിച്ചിട്ട് വരാം. ഗൈസ്, ഇന്ന് അമ്മേൻ്റെ ബർത്ത്ഡേ. സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്, നമുക്കൊരു ഐഡിയ ഇല്ല. ഞാനിപ്പോൾ താഴെ പോയി ഫുഡ് കഴിക്കുമ്പോൾ അമ്മ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു, ഒന്ന് ചിരിച്ച്, അത്രയ്ക്കേ ഉള്ളൂ. വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. അമ്മ അങ്ങനെ ഒരിക്കലും ഒന്നും പ്രതീക്ഷിക്കലൊന്നുമില്ല. അപ്പോൾ ഏട്ടനും കൂടി വന്നിട്ട് നമുക്ക് സർപ്രൈസ് കൊടുക്കാം. അപ്പോൾ അതുവരെ എഡിറ്റ് ചെയ്യാണ്ട്, ഇന്നലത്തെ വ്ളോഗ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് ഞാൻ ഇന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, പക്ഷെ പ്രോസസ് ചെയ്യാൻ നോക്കാം. നമുക്കപ്പോൾ എഡിറ്റ് ചെയ്യാം. ഗൈസ്, ഞാൻ നേരത്തെ മാനേജർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇയാളറിയില്ലേ? ഗൈസ്, പിന്നെ വേറെ സംഭവം ഉണ്ട്. നല്ല ഐശ്വര്യമാണ് വ്ളോഗ് തുടങ്ങിയിട്ട്. മിക്കവാറും നമ്മളെ ജോലി എടുത്ത് പോകും, കാരണം ഇത് വലിയ പ്രശ്നമായി. കാരണം നേരത്തെ മാനേജർ വന്ന് നമ്മൾ സൈറ്റിൽ പോയപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ വന്ന് വലിയ കമ്പനി ഇഷ്യൂസ്, വലിയ ഇഷ്യൂസ് ഒക്കെ ആയി. അവര് മിക്കവാറും നമ്മളെ പറഞ്ഞു വിടും. നമ്മൾ തെറ്റിയെന്നോണ്ടല്ല, പക്ഷെ തെറ്റിയോണ്ടല്ല, നമ്മൾ എന്തൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നോ അത് അവർക്ക് ഈ കമ്പനിക്ക് ബാധിക്കുന്നുണ്ട്. അതെ, കമ്പനിക്ക് കുറെ പൈസ നഷ്ടം വരുന്നുണ്ട് നമ്മൾ കാരണം. നമ്മൾ ഇൻസ്പെക്ഷൻ ആയതുകൊണ്ട് ഇവർ ചെയ്തൊരു വർക്ക്
പിന്നെ ക്ലയന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം. അപ്പോൾ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഡിഫക്ട്സ് ഒക്കെ കണ്ടുപിടിക്കും. ഡിഫക്ട്സ് കണ്ടുപിടിച്ചാൽ റിപ്പോർട്ട് ചെയ്യും. ക്ലയന്റ് പറയും ഇതെന്ത് പണ്ടാരം നമ്മൾ പൈസ കൊടുത്ത് ഉണ്ടാക്കുന്ന സാധനമല്ലേ എന്ന് പറഞ്ഞിട്ട് അത് യൂസ് ചെയ്യില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇവർക്ക് കുറേ പൈസ നഷ്ടം വരും. ഫോട്ടോ എടുത്തിട്ടും റിപ്പോർട്ട് ചെയ്തു അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇവർക്ക് ഭയങ്കര പണി കിട്ടും. ആ പണി കിട്ടുന്നതുകൊണ്ട് ഇവർ നമ്മളോട് ഇന്ന് വന്നിട്ട് കുറച്ച് ആർഗ്യൂ ചെയ്തു. അവർ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ മേ ബി വേറെ ഇൻസ്പെക്ഷൻ കമ്പനിയെ കൊണ്ടുവരുന്നു. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോകണം. ഓക്കെ, പക്ഷെ കുഴപ്പമില്ല. ഒരു 2-2.5 മാസം നൈസ് ജോലിയായിരുന്നു. പുറത്താക്കി അടുത്ത ജോലി. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. അപ്പൊ ഇനി ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ബ്ലോഗിന് എന്തായാലും ഉള്ളിൽ പോയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. വൻ സീനാവും. ഇപ്പം വലിയ പ്രശ്നമായിട്ടുള്ളത് നമ്മളെ ഭയങ്കരമായിട്ട് അവർ വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വ്ളോഗ് അങ്ങനെ ഉള്ളിൽ പോയി എടുക്കാൻ പറ്റില്ല. പക്ഷേ ശ്രീഹരിന്റെ കൂടി വ്ളോഗ് ഉള്ളതുകൊണ്ട് ഒരു രസമാവും. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് ലഞ്ച് കഴിക്കാനാണ്. വർക്ക്ഔട്ട് ഫിറ്റ് ആണ് ഫുള്ള് ഇതൊക്കെ കവർ ചെയ്ത്. അതെ, സംഭവം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. ചൂടെന്ന് വെച്ചാൽ മരണച്ചൂട്. സമ്മർ ആയില്ല ഇതുവരെ, ഹെവി ചൂട്. അപ്പൊ നമ്മള് പോയി ഇതൊന്ന് കവർ ചെയ്യാണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് കരിഞ്ഞിട്ടാ ഉള്ളത്. അത് വേറെ കാര്യം. എനിക്ക് ഇറക്കാനൊന്നുമില്ല, ഇനി വെളുക്കാനില്ല കുടുംബം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ട് നമ്മള് എന്താ പറയാ ഇന്റേണൽ ഓർഗൻസ് ഒന്ന് കരിഞ്ഞു വേണ്ടിക്കാൻ വേണ്ടിട്ട് ഇതെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കും. വേറെ വഴിയില്ല. ബ്യൂട്ടി നമ്മള് ഉള്ളിലല്ലേ ബ്യൂട്ടി അല്ലേ. അപ്പൊ നമ്മളിപ്പോ ചിപ്പോട്ടിലേക്ക് കഴിക്കാൻ പോവാണ്. ചിപ്പോട്ടിലാണ് നമ്മൾ എപ്പോഴും കഴിക്കാം, കാരണം നല്ലോണം പ്രോട്ടീൻ കിട്ടും. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിട്ട് അങ്ങോട്ട് പോയി പിക്കപ്പ് ചെയ്യും, ഫുഡ് കഴിക്കും കേട്ടോ. ലിയോ ആൻഡ് പ്രസിഡ്. എന്റെ പേര് ലിയോ ആയി. സംഭവം വേറൊന്നല്ല, എന്റെ ഓർഡർ എപ്പോഴും തെറ്റിക്കും ലൂസിയാനുണ്ടാകുമ്പോൾ. അപ്പൊ എന്റെ പേര് മാറ്റി ലിയോ ആക്കി. താങ്ക് യു. ഇതാണ് ടോപ്പ ചിക്കോ. പുതിയ അഡിക്ഷൻ ആയത്. നാട്ടിലെ സോഡേന്റെ ഒരു ഓർമ്മയിൽ വാങ്ങുന്ന സാധനം കേട്ടാ. ലിയോ എന്റെ ആയിട്ടില്ല, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് ഓർഡർ ചെയ്തത്. ബെസ്റ്റ് ആണ്, ബെസ്റ്റ് കഴിക്കാം, ഭക്ഷണം കഴിക്കണം. ചിപ്പോട്ടിലെ അറിയില്ല എനിക്ക്. പക്ഷേ ചിപ്പോട്ടിലെ നാട്ടിലുണ്ടോ? ചിപ്പോട്ടിലെ എല്ലാം അല്ലേ. ചിപ്പോട്ടിലെ പറയുമ്പോൾ കാണിച്ചു തരാം. അടിപൊളിയാണ്. എക്സ്ട്രാ പ്രോട്ടീനും റൈസും ബീൻസും വെജീസും എല്ലാം ഉണ്ട്. ഹെൽത്തി സാധനം. പക്ഷെ ആക്ച്വലി പറയുന്നത് എന്താ പറയാ, ചിപ്പോട്ടിലെ ഹെൽത്തി അല്ലാന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, കഴിക്കാം. നല്ല സാധനം. എന്റെ ഫുഡ് ആയിട്ടില്ല കേട്ടാ. ആ ഒരു കോയിനെ പിടിക്കാൻ പോയതേലും പൊരിച്ചടിക്കണം. ഇത് കുറച്ച് കളയണം, ഇവന്റെ കൊതിയുണ്ട്. അതാ എനിക്ക് ഇത് കണ്ട കൊതി വരില്ല. എനിക്കിത് ഇഷ്ടമല്ല. എന്റെ വേറെ സാധനം. ഇതാണ് എന്റെ ഐറ്റം. ചിക്കനാണ്, പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്. കിട്ടുന്നതാണോ, നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ എല്ലാ ആഴ്ചയും ഒരേപോലെ കഴിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കും. അങ്ങനത്തെ ഇതിലാണ് ഇപ്പൊ പോകുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പക്ഷെ ഫുൾ വയറങ്ങ് നിറയും അല്ലേ. വൈകുന്നേരം വീട്ടിലെത്തിയിട്ടും കഴിക്കാൻ അങ്ങനെ ഫുള്ളാ വയറിറങ്ങി 5 വിസിൽ പിടിക്കോ. കഴിക്കാമല്ലേ നമുക്ക്? കഴിച്ചിട്ട് കാണാം. ഫുഡ് കഴിച്ചു കഴിഞ്ഞു നമുക്കിപ്പോൾ തന്നെ തിരിച്ചു പോകണം. പിന്നെ വേറെ സംഭവമുണ്ട്. ഇന്ന് അമ്മേന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ രാവിലെ എണീറ്റിട്ട് ഞാൻ കണ്ടിട്ട് വിഷ് ചെയ്തില്ല. ഞാൻ മറന്നുപോയത് കളിച്ച് ഉച്ചക്ക് വിളിച്ചെന്നെ, അന്നേരം ഞാൻ വിഷ് ചെയ്തില്ല. നമ്മൾ ഇന്നലെ പോയി ഗിഫ്റ്റെല്ലാം വാങ്ങിയിട്ടുണ്ട് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ മറന്നുപോയത് കളിക്കും, എന്റെ വീട്ടിൽ പോയിട്ട് സർപ്രൈസ് ചെയ്യും. ഇപ്പൊ അമ്മ വിചാരിക്കും ഓ ഇവനൊന്നും ഓർമ്മയില്ല എന്റെ ബർത്ത്ഡേ, അങ്ങനെയൊക്കെയുള്ള വിചാരിക്കും. ഈ വീഡിയോ അമ്മ കാണുന്നതാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ. എന്നാ പിന്നെ നമ്മൾ പോട്ടെ, പണിക്ക് പോവാ. ഓക്കെ പീസ്. എന്റെ അമ്മേ, ചൂടെന്ന് വെച്ചാലേ മരണച്ചൂടാണ്. അപ്പൊ നമ്മുടെ ജോലി ഇന്നത്തെ കഴിഞ്ഞു. ഇനിയിപ്പോ റിപ്പോർട്ടിംഗ് ടൈമാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ 3:45 സമയം. നമ്മളൊരു 4:30 ആകുമ്പോൾ വീട്ടിലേക്ക് തെറിക്കും കേട്ടോ. 4:30 വരെ നമ്മൾ ഇവിടെ ഇരിക്കണം. റിപ്പോർട്ട് അവൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കും. നമ്മുടെ മാനേജറെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യാം. നമുക്കൊന്നും ചെയ്യേണ്ട അധികം ആവശ്യമില്ല. വല്ലപ്പോഴും നമ്മൾ ചെയ്യും, അല്ലാണ്ട് ഫുൾ ടൈം നമ്മൾ റിപ്പോർട്ടൊന്നും ചെയ്യാറില്ല. അപ്പൊ ഇനിയിപ്പം വലിയ പണിയൊന്നുമില്ല. ഒരു ചിന്ന മീറ്റിംഗ് ഉണ്ട്. നമ്മുടെ ടീമിന്റെ, നമ്മുടെ ബ്രാൻഡിന്റെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഒന്ന് നിൽക്കണം. അതും കൂടി കഴിയുമ്പോഴേക്ക് സമയമാവും, നമുക്ക് വീട്ടിൽ പോകാം. ഹലോ കേടില്ലേ? എടാ നീ അമ്മക്ക് ഗിഫ്റ്റ് കൊടുത്താ? ആ ഓക്കെ, ഞാൻ വന്നിട്ട് കൊടുക്കേ. ശരി ഞാൻ വന്നോണ്ടൊക്കെ. ഓക്കെ. ശ്രീഹരി ഇതുവരെ അമ്മേനെ സർപ്രൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പം ജോലിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ട് നമുക്ക് സർപ്രൈസ് കൊടുക്കാം. ഇന്നത്തെ വ്ളോഗ് കണ്ടവരാണെങ്കിൽ അതിൽ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് പോയിട്ട് സർപ്രൈസ് കൊടുക്കാം. അപ്പോൾ അമ്മ ഹാപ്പിയാവും. വീട്ടിലെത്തിയിട്ട് നമുക്കത് ചെയ്യാം കേട്ടോ. എന്നിട്ട് മേ ബി നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചിലപ്പോൾ കൂടുമായിരിക്കും. മേ ബി എല്ലാവരും ഫ്രീ ആണെങ്കിൽ. ഇല്ലെങ്കിൽ അത് തന്നെ ആയിരിക്കും എൻഡ് ഓഫ് ദ വ്ളോഗ്. ഓക്കെ ഗൈസ്, വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് കുളിച്ചു, ഫ്രഷ് ആയി. ഇനിയിപ്പോൾ ഏട്ടനിപ്പോൾ എത്തും. ഒരു അമ്മേനെ സർപ്രൈസ് ചെയ്യണം. അമ്മക്ക് ഇതുവരെ ഒരു പിടിയില്ല. അമ്മ താഴെങ്ങനെ TV ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നു. അപ്പം നമുക്ക് ഏട്ടൻ വന്നിട്ട് സർപ്രൈസ് ചെയ്യാം. വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ഇടുന്നുണ്ട്. നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. കണ്ടില്ലെങ്കിൽ പോയി കണ്ടിട്ടോ. ഓക്കെ പീസ്. ഗൈസ്, ഞാൻ വീട്ടിലെത്തി. നീ എന്തല്ലേ ഇന്ന് വ്ളോഗ് എടുത്തേ? ഒന്നും എടുത്തിട്ടാ. അത് ശരി. ഞാൻ എണീച്ചത് എടുത്തു, പിന്നെ കുളിക്കാൻ പോകാൻ, ഫുഡ് കഴിച്ചത്, പിന്നെ എഡിറ്റിങ് തുടങ്ങിയില്ല. പിന്നെ അതാ മൊത്തം സമയം ചെയ്യുന്നുണ്ടായിരുന്നു.
ഒന്ന് ആദ്യം കൊടുക്കണ്ട, ആദ്യം സ്പ്രേ കൊടുക്കും. ആദ്യം സ്പ്രേ കൊടുത്താൽ മതി. ഇന്നെന്താണ് സ്പെഷ്യൽ ദിവസം അല്ലേ? എന്തോ ബർത്ത്ഡേ എപ്പാന്ന്? ഇന്നല്ലേ? ഗിഫ്റ്റ് വേണ്ടേ? പിന്നെ തുറന്നു നോക്ക്. 2 എണ്ണം ഉണ്ട്, 2 അളവക, 2 സ്പ്രേ. ഞാനത് വ്ളോഗിൽ മനഃപൂർവ്വം ചെയ്തത്. രാവിലെ എനിക്ക് ഓർമ്മയുണ്ടായി. ഇന്നലെ ഞാൻ ഇന്നലെ വാങ്ങി. ഞാൻ പറഞ്ഞേ തിരക്കായിരിക്കും, മക്കളെന്റെ ബർത്ത്ഡേ എല്ലാം മറന്നു എന്ന് പറയുന്നത് എല്ലാം ഞാൻ വ്ളോഗ് പറഞ്ഞു. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു വിഷയാനും കൂടി ഓർമ്മയില്ലല്ലോ. രാവിലെയും മനഃപൂർവ്വം വിഷയമാണ് ഞാൻ വിളിച്ചാലും മനഃപൂർവ്വം വിഷയമാണ് ഞാൻ. ഇത് ഇന്നലെ വാങ്ങി വെച്ചാണ്. പിന്നെ ഇത് മാത്രം വാങ്ങിയിട്ടൊരു സുഖമില്ല അല്ലേ ശരി? ഇഷ്ടപ്പെടും, അത് നമുക്ക് ഇഷ്ടപ്പെടും. അയ്യോ എനിക്ക് എന്റെ പേഴ്സാ ഭഗവാനെ, അതെല്ലാം എടുക്കാനായി ഞാൻ. ഇങ്ങനത്തെ ചെറിയ ഇങ്ങനത്തെ പേഴ്സില്ലല്ലോ, നല്ലല്ലേ? വലിയ ബാഗില്ല പക്ഷേ ബാഗ് അങ്ങനെ ഉപയോഗിക്കലേ ഇല്ല. എപ്പോഴും പറയുന്നുണ്ടായിരുന്നല്ലേ ഒരു പേഴ്സ് നമ്മൾ മേടിക്കണം എന്നല്ല. ലൈസൻസ് അതെല്ലാം വെക്കാം. നമ്മൾ ഇന്നലെ വ്ളോഗ് പറഞ്ഞു നാളെ ഞാൻ ബർത്ത്ഡേ മറന്നുപോയാലെ നിൽക്കും. എനിക്ക് ജോലിക്കെല്ലാം പോയി വന്നിട്ട് നമ്മൾ സർപ്രൈസ് ചെയ്യുന്നു. ഇന്നലത്തെ വ്ളോഗിൽ പറഞ്ഞു അതങ്ങനെ സർപ്രൈസ് കൊടുത്ത്. ഞാൻ ഇന്നലെ വിചാരിച്ചില്ലേ ഞാൻ വെള്ളം പോകുന്നില്ല എന്തെങ്കിലും എന്നിട്ട് പിന്നെ വിട്ടുപോയില്ലേ? ഇല്ലല്ലോ, ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാലും മക്കളൊരു മേടിച്ചില്ലല്ലോ ചെറിയ വിഷമം ഉണ്ടായിനി. സ്വാഭാവികം, കൊറേ വയസ്സായോണ്ട് മറന്നുപോയി. ഇഷ്ടപ്പെട്ടാ? ഹാപ്പി ബർത്ത്ഡേ. അമ്പലത്തിലെല്ലാം പോണം. ഇവിടുത്തെ അമ്മമ്മ ഭയങ്കര പച്ചക്കറിന്റെ തിരക്കിലായില്ലേ? കണ്ടോണേ അമ്മമ്മ. ഹലോ, എന്താ പരിപാടി? കൃഷിപ്പണിയാ? കക്കിരി, നമ്മള് വീട്ടിലുണ്ടാക്കുന്ന കക്കിരി. ഫ്രഷാ കണ്ടാ ഫ്രഷാന്ന് തോന്നൂലെങ്കിലും ഫ്രഷാ. അമ്മമ്മന്റെ കഠിനാധ്വാനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് അതാ പച്ചക്കറികൾ. ഈടെല്ലാം കളച്ചെല്ലാം വൃത്തിയാക്കും. ചീര, ഈടെ എന്തെല്ലാം ഉണ്ട്. അങ്കിളായി പച്ചക്കറി കൃഷി അതൊക്കെയാണ് എനിക്ക് ഇപ്പൊ എൻജോയ്മെന്റ് തരുന്നത്. ഇന്നലെ വാങ്ങിയ മാലയാണ് ഗൈസ്. അപ്പൊ അങ്ങനെ നമ്മുടെ സർപ്രൈസ് ഡണ്ണായി. ഞാൻ വേഗം പോയി ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാം. ഇന്ന് വൈബ് ചെയ്യുന്നുണ്ടോ? ഇന്ന് വൈബ് ഗ്രില്ലൻ ചില്ലാക്കിയല്ലോ നമുക്ക്. ഞാൻ ചിലപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോകും. പക്ഷെ ഞാൻ ഫുട്ബോൾ കളിച്ച് വന്നിട്ട് ചില്ലും. ഓക്കെ, നിങ്ങള് എന്റെ ഇങ്ങനത്തെ ക്ലിപ്സ് എല്ലാം എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്, സെറ്റാക്കി എന്നെ വൈറലാക്കിയതാ. അന്നേരം അങ്ങനത്തെ സ്ലോ മോഷൻ ആക്കിയിട്ട് എഡിറ്റ് ആക്കിയിട്. നോ കമന്റ്സ്. അങ്ങനെ ഇടിച്ച കൈന്റെ തോല് പോവും. പോലത്തെ നമ്മള് കുക്കിംഗ് പരിപാടി തുടങ്ങി. അരക്കുള്ളത് നോക്കണേ. കുക്കിംഗ് നടക്കും തോന്നില്ല. റോബി ബേസ്ലാട്ടിനുണ്ട്. ബേസ്ലാട്ടിന് അറിയാതെ പറഞ്ഞിട്ടാണ് ബേസ്ലാട്ടിനെ വിളിച്ചു വരുത്തിയത്. ഇതിപ്പോ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇവിടെ. ഇതിപ്പോ നമ്മളെല്ലാം ഒന്ന് ക്ലീൻ ആക്കാണ്. HEB പോയിട്ട് ആ ചിക്കനും സോസും പിന്നെ ബീഫും കാര്യങ്ങളെല്ലാം വാങ്ങി വന്നിട്ടുണ്ട്. തമ്പുരാനറിയാം ഒരു പിടി ഒരു ഐഡിയ ഇല്ല കുക്കിങ്ങിനെ പറ്റി. ഇങ്ങനെ കഴിക്കാൻ മാത്രമേ അറിയൂ, അതറിയില്ല. അജോട്ടിനെത്തി. ഹായ് ട്രൈ ചെയ്ത് നോക്കാം. ബോറാന്ന് ഞാൻ ബോറാന്ന് പറയാട്ടാ, കാരണം എനിക്ക് കുക്കിംഗ് അറിയില്ല. ബോറാന്ന് പറഞ്ഞാൽ ഞാനല്ല കുക്ക് ചെയ്യുന്നത്. ശരിക്കും വരച്ച് കഴിക്കാം ഈ സൈഡിൽ. അതുകൊണ്ടല്ലേ ക്ലീൻ ആക്കുന്നത്. വരക്ക് ഈ 2 ചെയ്താൽ മതി, ബാക്കി ഒന്ന് പിന്നെ ചെയ്താൽ മതി. വെറുതെ കുറച്ചും കൂടി സോപ്പാക്ക്, എന്നുവെച്ചാൽ കുറച്ചും കൂടി ഇളക്ക്. കൈകൊണ്ട് അമ്മയെ കഴുകി കൊടുക്കണം. കുറച്ചും കൂടി വൃത്തിയാകാൻ കേട്ടോ. പിന്നെ പാപ്പ് അകത്ത് ബിസ്ക്കറ്റ് ഉണ്ട്. അകത്ത് ബ്രോ എത്ര പ്രാവശ്യം പറയണം? ഇനി ഒരു കഷ്ണം ചിക്കൻ നിങ്ങൾ കഴിക്കരുത്, ഒരു കഷ്ണം കഴിക്കരുത്. ആ ഓക്കെ. എടാ മറ്റേ ഇതുണ്ടോടാ ഇങ്ങനെ ബ്രഷ്? ബ്രോ ബ്രഷ് ഉണ്ടോ? ബ്രഷ് ഉണ്ട്, ഞാൻ പല്ലേക്കുന്നത്. ഏതാ വേണ്ട എങ്ങനത്തെ പ്രശ്നം? ഓ അതുണ്ട് ഓയില്. നെയ്യുണ്ടോ? ഇല്ല നെയ്യില്ല. അതെ, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടല്ല. ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കണം. വേണ്ട, നീ ഇപ്പൊ കഴിച്ചാൽ മതി കേട്ടോ. ഒരുപാട് ചോദ്യങ്ങളൊന്നും വേണ്ടത്. Like, comment, subscribe, share, repost it, send it to your friends.
Vibe Zone. I'm here with ED. What the f is going on, Vibe Zone? Can we stop? And we got Axel right here. You know, he's ready to get his 10 minutes in. Real quick. Hector over here, ready to shut up. So, bro, Hey, why you late, bro? I had to handle some business. You know what I'm saying? I bet. So we'll see y'all after the game. Clip it up. ഇത് മറ്റേ DJ സെറ്റപ്പ് ആണല്ലോ മച്ചാണ്. ഋഷോൺ എത്തിയിട്ടുണ്ട്. അയ്യോ കോപ്പിറൈറ്റ്. ഇത് നല്ല കുക്കായാലും ഇത് പുറമേ തോന്നിയല്ലേ? Ah, വാടാ. വെള്ളെണ്ണ. വെള്ളം ഇട്ടു. ഇങ്ങോട്ടാ. ഞാൻ എൻ്റെ ചിക്കൻ എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ മാറ്റി വെക്കാൻ എൻ്റെ ചിക്കൻ. അത് ഞാൻ എടുക്കാൻ വേണ്ടി പോവാണ്. ചിക്കനെ കുറിച്ച് ഏടാ കൂടെ ഒന്നും അറിയില്ല. എൻ്റെ കുക്കിംഗ് സ്കിൽ കുറച്ചും കൂടി ആവാണ്ട്. പക്ഷെ ഇത് ആവേശത്തിൽ നമ്മൾ കൈവച്ചാൽ പൊള്ളും കൈ. അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യാം. സാധനം സെറ്റ് പെർഫെക്റ്റ്. ഇത് ആവേശത്തിൽ നമ്മൾ കൈവച്ചാൽ പൊള്ളും കൈ. പപ്പടം പൊടിയുന്ന ഒരു പൊടിയും അങ്ങനെയല്ല ചിക്കൻ പൊടിയേണ്ടത്. ആ അരേ വാ പൊളി സാധനം ഫുള്ള് റിവ്യൂ ചെയ്യട്ടെ. പുറമേ കുറച്ച് കരുതിയ പോലെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഉള്ളിലാണ് അതിൻ്റെ ഒരു റിയൽ സാധനം. പണിയണം. എന്താ പറയണ്ട? എനക്കൊന്നും പറയാനില്ല. നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഓക്കെ, വല്ലതും പറയണ്ട വ്ളോഗില്. അപ്പൊ നാളെ രാവിലത്തെ വ്ളോഗ് ഇന്ന് വരുമോ? നാളെ രാവിലെ അല്ല, അങ്ങനല്ലടാ. ഇന്നത്തെ വ്ളോഗ് ഇന്ന് വരുമോ? ഈ വ്ളോഗിലാണോ നാളത്തെ രാവിലത്തെ ഉണ്ടായിരുന്നു? അല്ലല്ല, ഇത് എന്തോ ഭ്രാന്തായിട്ടുണ്ട്. ഋഷഭ ഒന്നും പറയാനില്ലല്ലോ. വേറൊന്നും എനിക്ക് പറയാനില്ല. പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇവിടെ ഒരുത്തും ജമ്പ് റോപ്പും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഹാപ്പിയായി, ഞാൻ ഹാപ്പിയായി. ഇനി നാളെ രാവിലെ വേറെ റൊട്ടീനാണ്. ഓക്കെ, നാളെ രാവിലെ നമ്മൾ ബോക്സിംഗ് പോകും. ഞാൻ സത്യം പറയട്ടെ, എനിക്ക് വ്ളോഗിങ് പരിപാടി പറ്റൂല കേട്ടോ. എന്താ ഞാൻ ശരിക്കും പറഞ്ഞ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ജോലിന്റെ അടുത്ത് ഫുൾ ടൈം എടുക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ഇവൻ എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ ഏട്ടൻ ജോലിക്ക് പോയ സമയത്ത് ഞാൻ ഇടുന്ന എടുത്തോളാം, എന്നിട്ട് രണ്ട് ഇതും കൂടി നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇവൻ എന്നെ കൊണ്ട് വ്ളോഗ് തുടങ്ങിപ്പിച്ചത്. ഹൈപ്പ് തന്നിട്ട് കുഴിച്ചടിച്ച് ഇവനെ ട്രോള്. കിട്ടിയ ഒരാഴ്ച പോടാ, പോടാ. ഡെയിലി വ്ളോഗ് എന്തായാലും വരും. അതെങ്ങനെ എന്റെ ഒരു ഭാഗം വരൂല. പറയാനില്ല. നിങ്ങൾ എൻജോയ് ചെയ്യുക, ഫാമിലിന്റെ ഒരു ഭാഗമാ, വൈബിന്റെ ഒരു ഭാഗമാ. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് അടിച്ചു പൊളിക്കാം. അപ്പൊ നാളത്തെ വൈബ് അപ്പൊ നാളത്തെ വീഡിയോ കാണാം. പീസ്.